ഹലോ സുഖല്ലേടെ എല്ലാവർക്കും. അപ്പോൾ കുറേ ആയി എന്നോട് ഹോസ്റ്റൽസിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ GST തൃശ്ശൂരിലെ സ്റ്റുഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആപ്പ് ജീനം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ നമ്മുടെ മെൻസ് ഹോസ്റ്റലിനെ പറ്റി, ഗേൾസ് ഹോസ്റ്റലിനെ പറ്റി, പിന്നെ റെൻറ്റ് മാത്രമുള്ള ഹോസ്റ്റൽസിനെ പറ്റി, പിന്നെ മെസ്സ് മാത്രമുള്ള ഹോസ്റ്റൽസിനെ പറ്റിയൊക്കെയുള്ളൊരു ഐഡിയയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ എത്ര എമൗണ്ട് വരുന്നുണ്ട്, ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ, പിന്നെ ഓണറിൻ്റെ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അവിടെ വേക്കൻസി ഉണ്ടോ കാര്യങ്ങളൊക്കെ. പിന്നെ മെയിലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കർഫ്യൂവിൻ്റെ കാര്യം നോക്കുക. തീരെ കർഫ്യൂ ഇല്ലാത്ത ഹോസ്റ്റലാണെങ്കിൽ പോകാൻ നിൽക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മിനിമം ഒരു 9 മണി ഒക്കെ ഉള്ള റേഞ്ചുള്ള ഹോസ്റ്റൽ നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തീരെ ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഹോസ്റ്റൽ നോക്കാം. പിന്നീട് നമുക്ക് ഇവിടെ വന്നിട്ടായാലും ചേഞ്ച് ചെയ്യാമല്ലോ. പിന്നെയെന്ന് പറയുന്നത് ഭയങ്കര റേറ്റുള്ള ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്കണ്ട. ഒരു ബിലോ 7,000 ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഒരു ഹോസ്റ്റലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ചോയ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആപ്പ് കാട്ടിത്തരാം. പിന്നെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ചോദിക്കണം, ഇങ്ങനെ റെൻറ്റ് മാത്രമുള്ള ഹോസ്റ്റലാണോ അതോ ഫുഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ കർഫ്യൂവിൻ്റെ ടൈം നിങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ അത്ര കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എടുത്ത് ചോദിക്കണം. പിന്നെ ബാക്കി ഇപ്പോൾ എമൗണ്ട് കൂടുതലുള്ള ഹോസ്റ്റലാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ആപ്പ്. ജീനം എന്നാണ് ആപ്പിൻ്റെ പേര്. ഇതിൽ തന്നെ ഹോസ്റ്റൽ, മെസ്സ്, മെൻസ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ലേഡീസ് ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ കൃതി ഗേൾസ് ഹോസ്റ്റൽ, അഹല്യ ഹോസ്റ്റൽ, വിസ്ഡം, ബ്ലെസ്സിങ്, അൻവിക, ബത്ലേം, രാഹുൽ വില്ല, ബാസ് പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അതുപോലെ തന്നെ മെൻസിൻ്റെ നോക്കുകയാണെങ്കിൽ IFA, പിന്നെ കാവേരി, വാപ്പച്ചി MEA എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഹോസ്റ്റൽസ് വേറെ ഉണ്ട്. പിന്നെ അത് കൂടാതെ മെസ്സ് മാത്രം നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോസ്റ്റൽസും അവിടെ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഒരു എടുത്ത് നോക്കുക, നീലകണ്ഠം വോയിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ റേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കൃതി ഗേൾസ് ഹോസ്റ്റലാണെങ്കിൽ അവിടെ നമ്പറും കാര്യങ്ങളും ക്വസ്റ്റനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഹോസ്റ്റലിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിളിച്ച് നോക്കുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലാണ്. ബാക്കി കോളേജിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ ഏരിയയിലുള്ള ഹോസ്റ്റൽസ് ഏതൊക്കെയാണ്, പ്രൈവറ്റ് ഹോസ്റ്റൽസ് ഏതൊക്കെയാണെന്നുള്ള സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽസും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കാരണം ചില ഹോസ്റ്റലിൽ റെൻറ്റ് മാത്രമേ ഉള്ളൂ. അൻവിക എന്നൊക്കെ പറഞ്ഞ ഹോസ്റ്റലൊക്കെ റെൻറ്റിന് മാത്രം നിൽക്കുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ അതിന് ഫുഡ് നമുക്ക് കഴിക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മെസ്സ് വേറെ ഫുഡിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പോയി അന്വേഷിക്കാം. ആദ്യം ഇവരെ കോൺടാക്ട് ചെയ്ത് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. എന്നിട്ട് നിങ്ങൾ ഇവിടെ വരില്ലേ, ഇവിടെ വരുമ്പോൾ പോയി നോക്കി നിങ്ങൾക്ക് ആ ഹോസ്റ്റൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്റ്റലിൽ പോയി എടുക്കുക കേട്ടോ. എൻ്റെ ഇവിടെ കൊടുത്തത് കുറച്ച് ഗേൾസ് ഹോസ്റ്റലാണ്. ഇവിടെ ഇതിലും കുറച്ചിനൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വിളിച്ച് നോക്കാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂടെ. ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ക്ലിയർ ആക്കി തരാം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.